ഓം ശാന്തി. അവ്യക്ത മഹാവാക്യം. റിവൈസ് ഡേറ്റ് 11/5/84. മുരളി ഡേറ്റ് 31/3/2019. मुरली सार, ब्राह्मणों के हर कदम संकल्प कर्म से विधान का निर्माण. ബ്രാഹ്മണരുടെ ഓരോ ചുവട് സങ്കല്പം കർമ്മത്തിലൂടെ വിധിയുടെ അഥവാ നിയമത്തിൻ്റെ നിർമ്മാണം. विश्व रचता अपने नए विश्व के निर्माण करने वाले नए विश्व की तकदीर बच्चों को देख रहे हैं. വിശ്വരചയിതാവായ ബാബ പുതുവിശ്വത്തിൻ്റെ ഭാഗ്യവാനായകളെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആപ്പ് ശ്രേഷ്ഠ ഭാഗ്യവാൻ ബച്ചോं की तकदीर विश्व की तकदीर है. താങ്കൾ ശ്രേഷ്ഠ ഭാഗ്യവാനായ കുട്ടികളുടെ ഭാഗ്യം തന്നെയാണ് വിശ്വത്തിൻ്റെ അധികാരം. നയേ വിശ്വ കെ ആധാർ സ്വരൂപ് ശ്രേഷ്ഠ ബച്ചേ ഹോ. പുതിയ വിശ്വത്തിൻ്റെ ആധാര സ്വരൂപരായ ശ്രേഷ്ഠ കുട്ടികളാണ്. നയേ വിശ്വ കെ രാജ്യഭാഗ്യ കെ അധികാരി വിശേഷാത്മായേ ഹോ. പുതിയ വിശ്വത്തിൻ്റെ രാജ്യഭാഗ്യത്തിൻ്റെ അധികാരികളായ വിശേഷ ആത്മാക്കളാകുന്നു. आपकी नई जीवन विश्व का നവനിർമ്മാൺ करती है. ബാബ്ദാദ സൂചിപ്പിക്കുകയാണ്, താങ്കളുടെ ഈ പുതുജീവിതം നവനിർമ്മാണം ചെയ്യുവാൻ പ്രേരണയാകുന്നു. വിശ്വ കോ ശ്രേഷ്ഠാചാരി സുഖി ശാന്ത സമ്പൻ ബനാനാ ഹി ഹെ. ഈ വിശ്വത്തെ ശ്രേഷ്ഠാചാരിയും സുഖമയവും സമ്പന്നവുമാക്കി തീർക്കേണ്ടതാണ്. ആപ് സബ്കെ ഈ ശ്രേഷ്ഠ ദൃഢസങ്കൽപ की अंगुली से कलयुगी दुखी संसार बदल सुखी संसार बन जाता है. താങ്കൾ സർവരുടെയും ശ്രേഷ്ഠമായ ദൃഢസങ്കല്പമാകുന്ന ഒരു ചെറുവിരലിലൂടെ കലിയുഗമാകുന്ന ദുഃഖത്തിൻ്റെ ലോകം പരിവർത്തനപ്പെട്ട് സുഖത്തിൻ്റെ ലോകമായി മാറുന്നു. ക്യോങ്കി സർവശക്തിവാൻ ബാപ് കി ശ്രീമത് പ്രമാൺ സഹയോഗി ബനേ ഹോ. കാരണം സർവശക്തിവാനായ ബാബയുടെ ശ്രീമതമനുസരിച്ചാണ് നിങ്ങൾ സഹയോഗികളായിരിക്കുന്നത്. इसलिए बाप के साथ आप सबका सहयोग श्रेष्ठ योग विश्व परिवर्तन कर लेता है. ശ്രേഷ്ഠ യോഗത്തിൽ കൂടി വിശ്വപരിവർത്തനം പെടുന്നു. അതുകൊണ്ട് തന്നെ ബാബയ്ക്കൊപ്പം താങ്കൾ സർവരുടെയും വിശേഷമായ സഹയോഗവും ശ്രേഷ്ഠ യോഗത്തിൻ്റെ ആധാരത്തിൽ വിശ്വത്തെ പരിവർത്തനപ്പെടുത്തുന്നു. आप श्रेष्ठ आत्माओं का इस समय का सहजयोगी राजयोगी जीवन का हर कदम हर कर्म नए विश्व का विधान बन जाता है. താങ്കൾ ശ്രേഷ്ഠ ആത്മാക്കളുടെ ഈ സമയത്തിലെ സഹജയോഗിയും രാജയോഗി ജീവിതത്തിൻ്റെ ഓരോ ചുവടും ഓരോ കർമ്മവും പുതിയ വിശ്വത്തിൻ്റെ വിധാനമായി അഥവാ വിധിയായി നിയമമായി മാറുന്നു. ബ്രാഹ്മണോं की विधि सदा के लिए विधान बन जाती है. ബ്രാഹ്മണരുടെ വിധി സദാകാലത്തേക്ക് നിയമമായി മാറപ്പെടുകയാണ്. इसलिए दाता के बच्चे दाता विधाता और विधि विधाता बन जाते. അതുകൊണ്ട് തന്നെ ദാതാവിൻ്റെ കുട്ടികളായ നിങ്ങൾ ദാതാവും വിധാതാവും വിധി വിധാതാവുമായി മാറുന്നു. आज लास्ट जन्म तक भी आप दाता के बच्चों के ചിത്രോ ദ്വാര ഭക്ത് ലോക് മാങ്തേ ഹി രഹത്തെ. ഇതുവരെയും അവസാന ജന്മത്തിലും ദാതാവിൻ്റെ കുട്ടികളായ നിങ്ങളുടെ ചിത്രങ്ങൾക്ക് മുമ്പിൽ ഭക്തജനങ്ങൾ യാചിച്ചുകൊണ്ടിരിക്കുന്നു. ऐसे विधि विधाता बन जाते हो. अब तक भी चीफ जस्टिस भी सभी को कसम उठाने के समय ईश्वर का या इष्ट देव का स्मृति स्वरूप बनाए कसम उठवाते हैं. അത്തരത്തിൽ നിങ്ങൾ കുട്ടികൾ വിധി വിധാതന്മാരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ അന്തിമ ജന്മത്തിലും അഥവാ ഈ കലിയുഗത്തിലും ചീഫ് ജസ്റ്റിസ് പോലും കോടതികളിൽ പ്രതിജ്ഞ ചെയ്യിപ്പിക്കുമ്പോൾ ഈശ്വരനാമത്തിലും അഥവാ ഇഷ്ടദേവൻ്റെ സ്വരൂപത്തിലാണ് പ്രതിജ്ഞ
ചെയ്യിപ്പിക്കുന്നത്. लास्ट जन्म में भी विधान में शक्ति आप विधि विधाता बच्चों की चल रही है, अपना कसम नहीं उठाते. അന്തിമ ജന്മത്തിലും നിയമത്തിൽ ശക്തി താങ്കൾ വിധി വിധാതാവായ മക്കളുടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ അവരിലെ ഒരിക്കലും പ്രതിജ്ഞ എടുപ്പിക്കാറില്ല. സദാ വരദാനി സ്വരൂപ് ബി ആപ് ഹോ, സദാ വരദാനി സ്വരൂപവും നിങ്ങൾ തന്നെയാണ്. भिन्न भिन्न वरदान भिन्न भिन्न देवताओं और देवियों द्वारा आपके चित्रों द्वारा ही मांगते हैं. വ്യത്യസ്തമായ വരദാനങ്ങളെ വ്യത്യസ്ത ദേവതകളിൽ നിന്നും അഥവാ ദേവികളിൽ നിന്നും അവരുടെ ചിത്രങ്ങളിലൂടെയാണ് ഭക്തജനങ്ങൾ യാചിക്കുന്നത്. कोई शक्ति का देवता कोई विद्या की देवी, ചിലരെ ശക്തിയുടെ ദേവതയായും ചിലരെ വിദ്യാദേവിയായും അവർ കാണുന്നു. वरदानी स्वरूप आप बने हो, तब अभी तक भी परंपरा भक्ति की आदि से चलती रही है. വരദാനി സ്വരൂപങ്ങൾ താങ്കൾ കുട്ടികൾ തന്നെയാണ്, അതുകൊണ്ട് തന്നെ ഇതുവരെ പരമ്പര ഭക്തി ആദ്യം മുതൽക്കേ നടന്നു വരുന്നു. सदा बाप दादा द्वारा सर्व प्राप्ति स्वरूप प्रसन्नचित्त प्रसन्नता स्वरूप बने हो, तो अब तक भी अपने को प्रसन्न करने के लिए देवी देवताओं को प्रसन्न करते हैं कि यही हमें सदा के लिए प्रसन्न करेंगे. സംഗമയുഗത്തിൽ സദാ ബാബ്ദാദയിലൂടെ സർവപ്രാപ്തി സ്വരൂപർ പ്രസന്ന ചിത്തരും പ്രസന്ന സ്വരൂപരും ആയിത്തീർന്നു. അതുകൊണ്ട് ഇപ്പോഴും സ്വയം തന്നെ പ്രസന്നപ്പെടുത്തുന്നതിനായി ദേവീ ദേവന്മാരെ പ്രസന്നരാക്കുന്നു. കാരണം അവർ വിശ്വസിക്കുന്നു ഇവരാണ് നമ്മെ പ്രസന്നരാക്കുക. सबसे बड़े ते बड़ा खजाना संतुष्टता का बाप द्वारा आप सबने प्राप्त किया है. സർവശ്രേഷ്ഠമായ ഖജനാവ് സന്തുഷ്ടതയുടേതാണ്. താങ്കൾ എല്ലാവരും ബാബയിൽ നിന്നും നേടിയവരാണ്. इसलिए संतुष्टता लेने के लिए संतोषी देवी की पूजा करते रहते हैं. അതുകൊണ്ട് തന്നെ സന്തുഷ്ടത നേടുന്നതിനായി സന്തോഷി ദേവിയുടെ പൂജ ചെയ്യുന്നു. സബി സന്തുഷ്ടാത്മായി സന്തോഷി മാ ഹോന, എല്ലാ സന്തുഷ്ടാത്മാക്കളും സന്തോഷി മാതാവല്ലേ. സബ് സന്തോഷി ഹോന, ബാബ്ദാദ തൻ്റെ കുട്ടികളോട് ചോദിക്കുകയാണ്, എല്ലാവരും സന്തോഷി ദേവിമാരല്ലേ. ആപ് സബി സന്തുഷ്ടാത്മായി സന്തോഷി മൂർത്ത് ഹോ, താങ്കൾ എല്ലാ സന്തുഷ്ടരായ ആത്മാക്കളും സന്തോഷി മൂർത്തികളല്ലേ. बाप दादा द्वारा सफलता जन्मसिद्ध अधिकार रूप में प्राप्त की है. ബാബ്ദാദയിലൂടെ സഫലതയെ ജന്മസിദ്ധ അവകാശമായി നേടിയിരിക്കുന്നു. इसलिए सफलता का दान वरदान आपके चित्रों से मांगते हैं. അതുകൊണ്ട് തന്നെയാണ് സഫലതയുടെ ദാനം അഥവാ വരദാനത്തെ താങ്കളുടെ ചിത്രങ്ങളിലൂടെ യാചിക്കുന്നത്. സിർഫ് അല്പബുദ്ധി ഹോനെ കെ കാരൺ, എന്നാൽ കേവലം അല്പബുദ്ധി ആയതുകൊണ്ട്, നിർബൽ ആത്മായ് ഹോനെ കെ കാരൺ, ദുർബല ആത്മാക്കളായത് കാരണം, ഭിക്കാരി ആത്മായ് ഹോനെ കെ കാരൺ, യാചകരായ അഥവാ ദരിദ്രരായ ആത്മാക്കളായത് കാരണം, അല്പകാൽ കി സഫലത ഹി മാങ്തേ ഹെ, അല്പകാലീന സഫലതയാണ് അവർ യാചിക്കുന്നത്. ജैसे ഭിക്കാരി കബി ബി യെ നഹി കഹെങ്കെ കി 1000 रुपया ദോ, ഏതുപോലെ ഒരിക്കലും ഒരു യാചകൻ 1000 രൂപ വേണം എന്ന് ആവശ്യപ്പെടാറില്ല. ഇത്തനാ ഹി കഹെങ്കെ കുച്ച് പൈസേ ദേ ദോ, അവർ യാചിക്കുമ്പോൾ കേവലം കുറച്ച് ചില്ലറ തരൂ എന്നാണ്. 1 रुपया 2 रुपया ദേ ദോ, 1 രൂപയോ 2 രൂപയോ നൽകാനാണ് ആവശ്യപ്പെടുക. ऐसे ये आत्माएं भी सुख शांति पवित्रता की भिखारी अल्पकाल के लिए सफलता मांगेगी. അതുപോലെ ഈ ആത്മാക്കളും സുഖശാന്തിയുടെ യാചകരായി അല്പകാല സഫലതയാണ് യാചിക്കുന്നത്.
ബസ് യെ മേരാ കാര്യ ഹോ ജായേ, ഇസ്മേ സഫലത ഹോ ജായേ. അതായത് എൻ്റെ ഇന്ന കാര്യം നേടിത്തരണം, ഈ കാര്യത്തിൽ എനിക്ക് സഫലത ഉണ്ടാകണം. ലേക്കിൻ മാങ്തേ ആപ്പ് സഫലത സ്വരൂപ് ആത്മാവും സേ ഹി ഹെ. എന്നാൽ സഫലത സ്വരൂപരായ നിങ്ങൾ ആത്മാക്കളിൽ നിന്നാണ് ഈ സഫലതയെ അവർ യാചിക്കുന്നത്. आप दिलाराम बाप के बच्चे, दिलवाला बाप को सभी दिल का हाल सुनाते हो. താങ്കൾ ഹൃദയേശ്വരനായ ബാബയുടെ കുട്ടികൾ ഹൃദയനാഥനായിരിക്കുന്ന ബാബയ്ക്ക് തൻ്റെ എല്ലാ മനസ്സിൻ്റെ കാര്യങ്ങളെയും കേൾപ്പിക്കുന്നു. जो किसी आत्मा से नहीं कर सकते वो बाप से करते हो. മറ്റൊരാളോടുമായി പങ്കുവെക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും നാം ബാബയെ കേൾപ്പിക്കാറുണ്ട്. സച്ചേ ബാപ് കെ സച്ചേ ബച്ചേ ബൻതേ ഹോ. സത്യമായ ബാബയുടെ കൂടെ സത്യകുട്ടികളായി മാറുന്നു. അബ് ഭി ആപ്കെ ചിത്രോं के आगे सब दिल का हाल बोलते रहते. അതുകൊണ്ട് തന്നെ ഇപ്പോഴും താങ്കൾ ജഡചിത്രങ്ങളുടെ മുൻപിൽ ഭക്തരും അവരുടെ മനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാറുണ്ട്. वरदान, श्रीमत की लगाम को टाइट कर मन को वश करने वाले बालक सो मालिक भव. ശ്രീമതമാകുന്ന കടിഞ്ഞാണത്തെ മുറുക്കി മനസ്സിനെ വശപ്പെടുത്തുന്ന ബാലകനിൽ നിന്നും അധികാരിയായി ഭവിക്കൂ. വിശദീകരണം. दुनिया वाले कहते मन घोड़ा है जो बहुत तेज भागता है. ലോകം പറയുന്നു മനസ്സ് കടിഞ്ഞാണമില്ലാത്ത കുതിരയെപ്പോലെയാണ്, അത് വളരെ വേഗത്തിൽ ഓടുന്നു. ലേക്കിൻ ആപ്കാ മൻ ഇധർ ഉധർ ഭാഗ് നഹി സക്ത. എന്നാൽ താങ്കൾ കുട്ടികളുടെ മനസ്സ് എവിടെയും അലയുവാൻ സാധ്യമല്ല. ക്യോങ്കി ശ്രീമത് കാ ലഗാം മസ്ബൂത്ത് ഹെ. കാരണം ശ്രീമതത്തിൻ്റെ കടിഞ്ഞാണം വളരെ ശക്തിശാലിയാണ്. जब मन बुद्धि साइड सीन को देखने में लग जाती है. എപ്പോഴാണോ മനസ്സും ബുദ്ധിയും വഴിയോര ദൃശ്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നത്, तो लगाम ढीला होने से मन चंचल होता. അപ്പോഴാണ് കടിഞ്ഞാണം ലൂസാകുന്നതും മനസ്സ് ചഞ്ചലപ്പെടുന്നതും. इसलिए जब भी कोई बात हो मन चंचल हो तो ശ്രീമത് കാ ലഗാം ടൈറ്റ് കറോ. അതുകൊണ്ട് എപ്പോഴെങ്കിലും ഏതെങ്കിലും കാര്യവശാൽ അഥവാ കാരണവശാൽ മനസ്സ് ചഞ്ചലപ്പെടുന്നു എങ്കിൽ ശ്രീമതമാകുന്ന കടിഞ്ഞാണത്തെ മുറുക്കുക. തോ മൻസിൽ പ പൗഞ്ച് ജായേങ്കെ. അപ്പോഴാണ് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുക. ബാലക് സോ മാലിക്കും സ്മൃതി സെ അധികാരി ബൻ മൻ കോ അപ്പനെ വശമേ രഖോ. ഞാൻ ബാലകനിൽ നിന്നും അധികാരിയാകുന്നു എന്ന സ്മൃതിയിലൂടെ അധികാരിയായി മനസ്സിനെ കീഴ്പ്പെടുത്തുക. സ്ലോഗൻ. സദാ നിശ്ചയ ഹോ कि जो हो रहा है वो भी अच्छा और जो होने वाला वो और भी अच्छा तो अचल अडोल रहेंगे. സദാ നിശ്ചയമുണ്ടായിരിക്കണം. എന്താണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് നല്ലതിനാണ്. ഇനി എന്താണോ സംഭവിക്കാൻ പോകുന്നത് അത് അതിലും ശ്രേഷ്ഠമാണ്. അപ്പോഴാണ് തൻ്റെ സ്ഥിതിയെ ഉറച്ചതും ഇളകാത്തതുമാക്കുവാൻ സാധിക്കുക. ഓം ശാന്തി.